കൃത്യസമയം പാലിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ചിലരെ സംബന്ധിച്ച്. നേരത്തെ എനിക്കും ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് ചെല്ലാൻ പറ്റും, ചിലപ്പോൾ 5-10 മിനിറ്റൊക്കെ താമസിക്കും. പഠിപ്പിക്കാൻ പോകുമ്പോൾ മാക്സിമം നമ്മളൊരു 5 മിനിറ്റ് ആ ഒരു ഇത് നോക്കും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു കാര്യമാണ് എത്രയും നേരത്തെ ക്ലാസ്സിലേക്ക് എത്തണം എന്നുള്ളത്. ഞാൻ മാക്സിമം നേരത്തെ ഇറങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്ന് 7 മണിക്കായിരുന്നു ക്ലാസ്. ഞാൻ 7-ന് 5 മിനിറ്റുള്ളപ്പം അവിടെ ചെന്നു. അപ്പോൾ സാറുണ്ട്, വേറൊരു ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചർ ഇരിക്കുകയാണ്, കുട്ടികളാരും തന്നെ ഇല്ല. അപ്പോൾ സാറ്, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് രാവിലെ ഇവിടെ പോകുന്നത്. അപ്പം പറഞ്ഞ് കുട്ടികളാരും എത്തിയിട്ടില്ല ടീച്ചറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. 7 മണി കഴിഞ്ഞു. 7:05 കഴിഞ്ഞപ്പം 1-2 പേര് വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കുട്ടികൾ വരുന്നത് അവസാനിച്ചത് 7:30 കഴിഞ്ഞു. 7:30 കഴിഞ്ഞിട്ട് 7:40 ആ ഒരു ടൈം ആയപ്പോഴും കുട്ടികൾ വരുന്നതേ ഉള്ളൂ 7 മണിയുടെ ക്ലാസ്സിന്. ഒന്ന് ആലോചിച്ച് നോക്കി. എങ്കിൽ ദൂരമുള്ള കുട്ടികളൊന്നുമല്ല, ഈ ഏകദേശം ഇവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അരമണിക്കൂർ നടക്കേണ്ട കാര്യമൊന്നുമില്ല, 1/4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. അപ്പം അവർ 7:15 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ചിലർ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയവരുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അപ്പം എൻ്റെ ക്ലാസ്സിൽ താമസിച്ച് വന്നോ ഞാൻ ചോദിച്ചു. അപ്പം ഒരു കുട്ടി മാത്രം കറക്റ്റായി 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി. അപ്പോൾ അതിൻ്റെ വീട് ഇത്തിരി അകലെയാണ്, അതുകൊണ്ട് കറക്റ്റ് സമയം. അടുത്ത് വീടുള്ളവരൊക്കെ താമസിച്ചു. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞാൽ ടീച്ചർ സൈക്കിളിന് കാറ്റില്ലായിരുന്നു, അപ്പോൾ അനിയനുമായിട്ട് വന്നു, അതുകൊണ്ട് താമസിച്ചു. മറ്റൊരാൾ പറഞ്ഞ്, അപ്പോൾ ഞാൻ ചോദിച്ചു കുളിച്ചോ, അത് പെൺകുട്ടിയാണ്, ഇല്ല. അപ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താമസം വന്നതുണ്ട്. പിന്നെ ഒരാൾ കുളിച്ചൊക്കെ കുറിയും തൊട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ എല്ലാവർക്കും പറയാൻ ഓരോരോ ന്യായങ്ങൾ എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അവർ ക്ലാസ്സിൽ താമസിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്, സ്കൂളിൽ ഇതുപോലെ താമസിച്ച് ചെന്ന് കഴിഞ്ഞാൽ ശരിയാവാൻ ചോദിച്ചു. ഇല്ല, അവർ കറക്റ്റായിട്ട് അല്ലേ, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു വിട്ടുവീഴ്ച നൽകാർ. ചിലയിടത്തൊക്കെ ഗേറ്റൊക്കെ അങ്ങ് അടയ്ക്കും, പിന്നെ പൂട്ടിയിടും, കയറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റായിട്ട് പോവും. പക്ഷേ അവിടെ പൈസ കൊടുക്കണ്ട. പക്ഷേ ഇവിടെ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം കൂടുതലായിട്ട് കാണിക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളിപ്പം ഒരു 10 മിനിറ്റ് താമസിച്ചു, അല്ലെങ്കിൽ 20 മിനിറ്റ്, അല്ലെങ്കിൽ അരമണിക്കൂർ താമസിക്കുമ്പോൾ എനിക്ക് അത്രയും സമയം പോവാണ്. അത്രയും സമയം ഞാൻ ക്ലാസ് എടുക്കാതിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം 7 മണിയായപ്പം വന്ന കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി അരമണിക്കൂർ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതെന്ത് തെറ്റിയത്? അത് കറക്റ്റ് സമയത്ത് വന്നു. മറ്റുള്ളവർ സമയത്ത് വരാതിരുന്നാൽ നമ്മൾ അവർക്കൊപ്പം നിൽക്കുന്നതല്ല. ഈ കുട്ടി നേരത്തെ വന്നെങ്കിൽ ആ കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങുക. കാരണം അങ്ങനെ വേണം ചെയ്യാനെന്നാണ്. കാരണം അതല്ലാതെ ഞങ്ങളെപ്പം വന്നാലും ഞങ്ങൾക്ക് ക്ലാസ് കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടി കുട്ടികൾ ക്ലാസ്സിലേക്ക് വന്നത് പ്രശ്നമാകും. ഇവിടെ ഈ കുട്ടി ചിലപ്പം ചിന്തിക്കട്ടെ, ഞാൻ കറക്റ്റായിട്ട് വരും, ഇത് നാളെ തൊട്ട് ഞാനും കൂടെ താമസിച്ച് വരാം, എന്തിനാ പറയുക നേരത്തെ വന്നിട്ട് ഇവിടെ എനിക്ക് ക്ലാസ് എടുക്കുന്നില്ലല്ലോ എന്ന് ആ കുട്ടി ചിന്തിച്ചാലോ അല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു 7:10 ആ ഒരു ടൈം വരെ നോക്കിയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. 1-2 കുട്ടികളപ്പം വന്നു, പിന്നെ പതുക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ കൂടുതൽ സമയമൊന്നും ഇനി നോക്കിയിരിക്കത്തില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങളിപ്പോഴേ അത് മാറ്റിയെടുക്കുക, കാരണം അടുത്ത വർഷം 10ലാണ്, ആ ഒരു സമയം, വിലപ്പെട്ട സമയം വെറുതെ കളയല്ല എന്ന് പറഞ്ഞു. അപ്പം ശരി, ഇനി നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞ് പോയി. എന്താകുമോ എന്തോ. ഞാൻ ചിന്തിച്ചത് മുഴുവൻ ഈ വീട്ടിലുള്ളവരെങ്ങനെ ഇവരെ കുത്തിപ്പൊക്കി വിടാത്തതാണോ, എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. കുട്ടികൾ എന്തായാലും അരമണിക്കൂർ അവിടെ അങ്ങനെ അരമണിക്കൂറൊക്കെ താമസിച്ച് വരുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നേരത്തെ സ്കൂളിൽ പോകണം, 8:30 8:45 പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ക്ലാസ് അങ്ങോട്ട് മിസ്സായി പോകുന്നുമുണ്ട്. നമ്മൾ പക്ഷേ ആ മിസ്സായ ഒരു ടൈമും ആ ഒരു പോർഷനുമൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങൾ. പക്ഷെ കുട്ടികൾ എന്തിനാണ് ടീച്ചറെ ഇതൊക്കെ പഠിക്കുന്നത് എന്ന രീതിയിലാണ് പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിലൊക്കെ എന്താണെന്ന് അറിയില്ലല്ലോ അല്ലേ.